शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। ओम की इस मधुर ध्वनि से किया परिवर्तन, प्रेम शांति सिखा के बदला सभी का जीवन। आदिदेव प्रजापिता श्री बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। सोहनी सूरत मोहनी मूरत, ज्ञान के मोती। भव्य मुख पर चंद्रमासी, चमकती ज्योति। दिव्य दर्शन दिव्य वाणी, बोलते ध्वनियों। मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। विश्व में थी पाप की जब घटा छाई, तब विभूति आप जैसी धरती पे आई। एक तार में बंध के सारे, बोलते ध्वनियों। मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम ഓം ശാന്തി. ഇന്നത്തെ മുരളി ഡേറ്റ് 4/7/2026. ഇന്ന് ബാബ നമ്മളോട് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ബാബ പറയുകയാണ്, മീഠേ ബच्चे ज्ञान सागर बाप ज्ञान का तीसरा नेत्र देने लिए आया है. ജ്ഞാനസാഗരനായിട്ടുള്ള ബാബ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം തരാനായി വന്നിരിക്കുകയാണ്.
ഇതിലൂടെയാണ് നിങ്ങളുടെ ആത്മാവാകുന്ന ജ്യോതി തെളിയുന്നത്. ചോദ്യമാണ്, ബാബയെ എന്തുകൊണ്ടാണ് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന് പറയുന്നത്? ബാബയെ പറയാറുണ്ട് കരൻ കരാവന ഹാർ. എന്തുകൊണ്ടാണ് ബാബയെ കരൻ കരാവന ഹാർ എന്ന് പറയുന്നത്? ബാബ എന്താണ് ചെയ്യുന്നത്? എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്? അല്ലെ, എന്തായിരിക്കും ചെയ്യുന്നത്? ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നവനും ലോകത്തിലുള്ള എല്ലാവരും പറയുന്നതാണത്. അല്ലേ, എല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലല്ല. ഇവിടെ എന്തുണ്ടോ അതിൻ്റെ എല്ലാം പിന്നെ ഈശ്വരൻ്റെ കരങ്ങളാണ്. ഈശ്വരനാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരണമെന്നുള്ളത് ഈശ്വരൻ നിശ്ചയമാണ്. അപ്പോൾ ഈശ്വരനാണ് ചെയ്തത്, നമ്മളല്ല. എനിക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നിയത് അത് ഈശ്വരൻ തോന്നിപ്പിച്ചതാണ്. സത്യത്തിൽ ഈശ്വരൻ എന്താണ് ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്? ഉത്തരം പറയുകയാണ്, ബാബ ഡയറക്റ്റ് ഈ ഭൂമിയിൽ പാർട്ടുള്ളപ്പോഴല്ലേ ബാബയ്ക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ അപ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. പാർട്ട് എപ്പോഴാണ്? സംഗമയുഗത്തിലാണല്ലേ. ഈശ്വരൻ്റെ പാർട്ട് എന്താണ്? നമുക്ക് ജ്ഞാനം നൽകുക എന്നുള്ള കർമ്മമാണ് ശരിക്കും ബാബ ചെയ്യുന്നത്. ബാക്കി അതിലൂടെ നമ്മളത് മനസ്സിലാക്കി പിന്നെ നമ്മൾ ചെയ്യുവാണ്. അതുകൊണ്ട് പറയുകയാണ്, ബാബ ചെയ്യുന്നത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ മുരളി കേൾപ്പിച്ചു തരികയാണ്. ഈ കർത്തവ്യമാണ് ഞാൻ ചെയ്യുന്നത്. ഈ മന്ത്രം നൽകി നിങ്ങളെ ഞാൻ യോഗ്യത ഉള്ളവരാക്കി പിന്നീട് നമ്മളിലൂടെ എന്ത് ചെയ്യാണ്? നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അല്ലേ, നമ്മളെ കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുകയാണ്. അതാണ് സ്വർഗത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് മെസ്സേജ് കൊടുക്കുന്നു, സേവനം ചെയ്യുന്നു. ഇതെല്ലാം ബാബ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് ശ്രീമതം നൽകുന്നു. ഇത് തന്നെയാണ് എൻ്റെ കൃപയും അല്ലെങ്കിൽ ആശീർവാദവും. ഗീതമാണ്. ഇന്ന് അതിരാവിലെ ആരാണ് എൻ്റെ മുന്നിൽ വന്നത്? ഓം ശാന്തി. ബച്ചോനെ ഗീത് സുന. കുട്ടികൾ പാട്ട് കേട്ടു. നമ്മുടെ മൂന്നാമത്തെ നേത്രം ശരിക്കും തുറക്കാൻ തക്കവണ്ണം അതിരാവിലെ നമ്മൾ കുട്ടികളെ ഉണർത്താൻ വന്നത് ബാബ ചോദിക്കുകയാണ്, ആരാണ് വന്നതാരാണ്? ഞാൻ സാഗരനായിട്ടുള്ള പരംപിത പരമാത്മാവ്. ആ ബാബയാണ് നമുക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം തുറന്നു തന്നത്. ബാബ ആത്മാവാകുന്ന ജ്യോതിയെയാണ് തെളിയിക്കുന്നത്. ബാബ നമ്മുടെ ആത്മാവിൻ്റെ അച്ഛനാണ് എന്ന് ആർക്കും അറിയില്ല. ബ്രഹ്മസമാജത്തിലുള്ളവർ പറയാറുണ്ട്, പരമാത്മാവ് ഒരു പ്രകാശമാണ്, ഒരു ജ്യോതിയാണ്. അവർ ക്ഷേത്രത്തിൽ ജ്യോതിയെ തെളിയിക്കുന്നു, കാരണം പരമാത്മാവ് ജ്യോതിയാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. ബ്രഹ്മസമാജത്തിലുള്ളവരുടെ ക്ഷേത്രത്തിൽ ജ്യോതി തെളിച്ചു വെക്കുന്നത് അതുകൊണ്ടാണ്. ബാബ തിരി ഉപയോഗിച്ചിട്ടല്ല ആത്മാവാകുന്ന വിളക്ക് കത്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യം പോലും വേറിട്ടതാണ്. ഈശ്വരൻ തരുന്ന അറിവ്, ഈശ്വരൻ്റെ കർമ്മത്തിൻ്റെ ഗതി, ഇത് ലോകത്തിൽ എല്ലാവരും ചെയ്യുന്നതും പഠിപ്പിച്ചതോ ഒന്നുമല്ല ഈശ്വരൻ പഠിപ്പിക്കുന്നത്. അത് വേറെയാണ്. അതുകൊണ്ട് ഈശ്വരൻ പറയുന്ന ജ്ഞാനത്തെ മനുഷ്യന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് മെയിൻ കാര്യം അതാണ്. കാരണം ലോകത്തിലുള്ള മനുഷ്യർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആത്മീയത, കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ, ആരെയും വേദനിപ്പിക്കാതെ. ഈശ്വരൻ പറയുന്ന ജ്ഞാനം അങ്ങനെയൊന്നും അല്ലല്ലേ. ഭഗവാൻ പറയുന്നത് എന്താണ്? ആത്മീയതയിൽ വെള്ളം ചേർക്കാതെയുള്ളതാണ്, ആത്മാവിനെ കുറിച്ചിട്ടുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് മുരളി കേട്ടാൽ അറിയാം. ടോട്ടലി നിങ്ങൾ ദേഹമാണെന്നുള്ള ലോകത്തെ വിടൂ, ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെ വിടൂ. ഇതൊക്കെ ലോകത്തിലെ ആർക്കെങ്കിലും പ്രഭാഷണത്തിൽ പറയാൻ പറ്റുമോ? നിങ്ങളെല്ലാവരെയും വിട്ടേക്കൂ, നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിച്ചേക്കൂ. ഇതൊന്നുമല്ല റൈറ്റ്. എല്ലാവരും സഹോദരാത്മാക്കളാണ്, എല്ലാവരും സഹോദരനായിട്ട് കാണാൻ പറ്റും. ശരിക്കും ആത്മീയതയുടെ വെള്ളം ചേർക്കാത്ത ഭാഗമാണത്. ശിവബാബയ്ക്ക് അങ്ങനെ പറയാൻ പറ്റൂ. ശിവബാബ പറഞ്ഞത് ബ്രഹ്മകുമാരിസിലുള്ളവർക്കും പറയാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ അത് എങ്ങനെയാണ് ഉള്ളിലേക്ക് എടുക്കുന്നതെന്നുള്ളത് അവരവരുടെ ഇഷ്ടം. കാരണം നമ്മൾ നിൽക്കുന്നത് ദേഹബോധത്തിൻ്റെ അങ്ങേയറ്റം അധപ്പതിച്ച ലോകത്തിലാണ്. അതുകൊണ്ട് നമ്മൾ 23 മണിക്കൂർ ആ ദേഹബോധത്തിൻ്റെ ലോകത്തിൽ നിന്നാണ് 1 മണിക്കൂർ മുരളി കേൾക്കാൻ വരുന്നത്. ഈ 1 മണിക്കൂറിനുള്ളിൽ ബാബ എന്ത് ചെയ്യും? നമ്മുടെ ദേഹബോധം ഒന്നും അല്ലെന്നും ആത്മബോധമാണെന്നും മെയിനെന്നും ഉള്ളതിലേക്ക് നമ്മളെ പിടിച്ചിടും. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല.
കാരണം ആ 1 മണിക്കൂറിന് അത്ര ഷാർപ്പായിട്ട് പറഞ്ഞാലേ ഉള്ളൂ 23 മണിക്കൂർ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആത്മാവാണ്, സഹോദരങ്ങളാണ്, ഭായിയാണ്, ഒരു വികാരവും പാടില്ല. ബാബ എത്ര കണിശമായിട്ടാണ് പറയുന്നത്. കാരണം ഇത് വികാരങ്ങളുടെ ലോകത്തിലുള്ള യുദ്ധത്തിന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മുരളി വേണം. അതുകൊണ്ട് ബാബ അച്ഛനാണെന്ന് ആർക്കും അറിയില്ല. ഈശ്വരൻ്റെ ഗതിയും മതവും ആർക്കും അറിയില്ല. ഇവിടെ നമ്മളെ ജ്ഞാനവും യോഗവും പഠിപ്പിക്കുകയാണ്. അതെന്തിനാണ്? സദ്ഗതിക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയാം. സദ്ഗതിക്ക് വേണ്ടി പഠിപ്പിക്കാൻ ഒരാൾ വേണമല്ലോ. ഇവിടെ എല്ലാം ആത്മാവ് തന്നെയാണ് ചെയ്യുന്നത്. ആത്മാവിൽ തന്നെയാണ് നല്ലതും മോശവുമായിട്ടുള്ള സംസ്കാരങ്ങൾ ഉള്ളത്. ഈ സമയത്ത് രാവണൻ പ്രവേശിച്ചു. അങ്ങനെ മനുഷ്യൻ്റെ സംസ്കാരം എല്ലാം മോശമായി. ദേവതകളിൽ ഇങ്ങനെ ഒരു പഞ്ചവികാരവും ഇല്ല. അതുകൊണ്ട് ഭാരതത്തിൽ ദേവതാ സംസ്കാരം ഉണ്ടായിരുന്നപ്പോൾ വേറെ മോശം സംസ്കാരമുള്ള ഒരു മനുഷ്യനും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദേവതകളോട് വന്ന് പറയുകയാണ്, നിങ്ങൾ ആത്മാക്കൾ വികാരങ്ങൾ ഉപേക്ഷിക്കൂ എന്ന് ചോദിച്ചാൽ ദേവതകൾക്ക് അത് കേൾക്കുമ്പോൾ അതിശയം വരുമല്ലേ. വികാരങ്ങളോ ദേഷ്യമോ അതൊക്കെ എന്താണ്? കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ട് പോലുമില്ല പേരൊന്നും. പക്ഷെ നിർവികാരി എന്നുള്ളൊരു പേര്, നിരാകാരി എന്നുള്ളൊരു പേര് നമ്മളെല്ലാവരും ഈ പുരാണങ്ങളിലും ഇതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ അതായിത്തീരണമെന്നോ അതായേണ്ടതിൻ്റെ ആവശ്യമാണെന്നോ അങ്ങനെ ആർക്കും തോന്നിയിട്ടുമില്ല. അതിനുള്ള വഴി ഒട്ടാർക്കും അറിയത്തുമില്ല. ഈ വഴിയാണ് ഈശ്വരൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ ഗതിയും മതവും വേറിട്ടതാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേവതകളിൽ 5 വികാരങ്ങളില്ല. ഭാരതത്തിൽ ദേവതാ സംസ്കാരം ഉണ്ടായിരുന്നപ്പോൾ വേറെ മോശ സംസ്കാരം ഒന്നും ഉണ്ടായിരുന്നില്ല. അതേ സംസ്കാരത്തെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ധാരണ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവർക്കും സദ്ഗതി തരുന്നത് ബാബ മാത്രമാണ്. ഭക്തിമാർഗത്തിലുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർക്കോ ഗുരുക്കന്മാർക്കോ സദ്ഗതി ചെയ്യാൻ സാധിക്കില്ല. ബാബ വരുമ്പോഴാണ് എല്ലാവർക്കും സദ്ഗതി ഉണ്ടാവുന്നത്. പതീതമായ ലോകം നശിക്കേണ്ടതാണല്ലേ. അഴുക്ക് സാധനം നശിക്കണം. അഴുക്ക് സാധനം നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ ചപ്പ് ചവറുകൾ കൂട്ടി വെക്കുകയോ കത്തിച്ച് കളയും. കാരണം അത് എത്ര നാളിരിക്കുന്നോ സ്ഥലവും പോകും, അന്തരീക്ഷവും മോശമാകും അല്ലേ, ബാക്കിയുള്ള രോഗാണുക്കളും ഉണ്ടാവും. അപ്പോൾ ഈ പഴയ ലോകത്തിൻ്റെ വിനാശം ചെയ്യണം, അത് അത്യാവശ്യമാണ്. അത് പക്ഷെ മനുഷ്യന് പറ്റില്ല. അതുകൊണ്ട് പുതിയ ലോകം, പാവനമായ ലോകത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ ഭഗവാനെ വിളിക്കേണ്ടി വന്നു, പാവനായിട്ടുള്ള പരംപിത പരമാത്മാവിനെ. അപ്പോൾ ബാബ വന്നിട്ട് എന്താ ചെയ്യുക? ബാബ വന്ന് നമ്മുടെ കർമ്മത്തിൽ ഏർപ്പെടുക, അത് ബാബയെയും ബന്ധനത്തിലാക്കും അല്ലേ. ബാബ കറക്റ്റ് നിയമപരമായിട്ടാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും എന്ന് പറയുന്നത്. ബാബയ്ക്ക് ഡയറക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കർമ്മമാണല്ലേ. എൻ്റെ കർമ്മം ഭഗവാൻ ഏറ്റെടുക്കൂ. എങ്ങനെ? എൻ്റെ ആത്മാവിന് അറിവ് നൽകുന്ന എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. നീ ചെയ്ത പാവമാണ്, സാരമില്ല, ഞാൻ വന്നില്ലേ, ഞാൻ അതെല്ലാം മാറ്റിക്കളന്ന് എന്നോടാ പറയുന്നല്ലേ ഓർമ്മിച്ച് പാവനമാക്കാൻ. വെറുതെ ഇരുന്നാൽ മതി. അച്ഛനാണ് ഞാനെന്ന് മനസ്സിലാക്കാൻ മതി. ഞാൻ നിന്നെ ഓർമ്മിച്ചിട്ട് നിൻ്റെ പാപങ്ങളെ ഇല്ലാതാക്കിക്കൊള്ളാമെന്ന് ബാബു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഓർമ്മിച്ചാൽ നിങ്ങളുടെ പാപം ഭസ്മമാകും. ഞാൻ ജ്യോതിയാണ്, നീയും ആത്മാവാണെന്ന് ജ്യോതി ഞാൻ മനസ്സിലാക്കി എന്നെ ഓർമ്മിച്ചു, നിൻ്റെ പാപം തീരും. ഉത്തരവാദിത്തം എനിക്കാണ് ഓർമ്മിക്കേണ്ടതിൻ്റെ. ബാബയ്ക്ക് ഉത്തരവാദിത്തം ഇല്ല. ബാബയ്ക്ക് അതിൻ്റെ മെത്തേഡ് പറഞ്ഞു തരുന്നതിൻ്റെ ഉത്തരവാദിത്തമേ ഉള്ളൂ. ബാക്കി ചെയ്യേണ്ടതാരാണ്? ഈശ്വരൻ ചെയ്യാനുള്ളത് പറഞ്ഞു. ബാക്കി ഇനി ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇന്നതൊക്കെ കിട്ടും. അതിൻ്റെ ബെനിഫിറ്റ്സുകൾ പറഞ്ഞു തന്നു, അതിനുള്ള മെത്തേഡ് പറഞ്ഞു തന്നു. അതുകൊണ്ട് ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനുമാണ്. അതുകൊണ്ട് ബാബയ്ക്ക് വരേണ്ടി വന്നു. ബാബ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? ശിവശക്തികളായ സ്ത്രീകളിലൂടെ ഈ പുതിയ ലോകത്തിൻ്റെ കവാടം തുറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വന്ദേ മാതര എന്ന് പറയുന്നത്. ഈ സമയത്ത് അമ്മമാരെയൊന്നും വന്ദിക്കാൻ സാധിക്കില്ല. കാരണം സത്യത്തിൽ ആരും ശ്രേഷ്ഠാചാരികളല്ല. യോഗബലത്തിലൂടെ ജനിക്കുന്നവരെയാണ് ശ്രേഷ്ഠരെന്ന് പറയുന്നത്. ലക്ഷ്മി നാരായണനെ ശ്രേഷ്ഠാചാരികൾ എന്നാണ് പറയുക. ദേവീ ദേവതകൾ ഉണ്ടായിരുന്നപ്പോൾ ഭാരതം
ശ്രേഷ്ഠാചാരികളുടെ ലോകമായിരുന്നു. ഈ കാര്യങ്ങളൊന്നും മനുഷ്യർക്ക് അറിയില്ല. അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള അവരുടെ പുതിയ തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പദ്ധതികളാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭരിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. ഗാന്ധിജിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഗാന്ധിജി ഉദ്ദേശിച്ചത് നല്ല സംസ്കാരമുള്ളൊരു രാജ്യം ഉണ്ടാവണമെന്നാണ്, അല്ലേ? സമ്പന്നമായിട്ടുള്ള വേൾഡിലെ നമ്പർ 1 എക്കണോമി ആകണമെന്നല്ല ആഗ്രഹിച്ചത്. രാമരാജ്യം വേണം. അപ്പോൾ അതിലൂടെ എന്താണ് വ്യക്തമാകുന്നത്? രാമൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള രാജ്യമാണ് ഇവിടെ ഉള്ളത് എന്നല്ലേ? അത് രാവണനാണ്. രാവണൻ്റെ രാജ്യമാണ് എന്നത് അപ്പോൾ വ്യക്തമാണ്. ഭാരതം പതീതമാണ്, എന്നാൽ രാമരാജ്യത്തിൻ്റെ സ്ഥാപനയും രാവണരാജ്യത്തിൻ്റെ വിനാശവും ചെയ്യുന്നതിന് വേണ്ടി പരിധിയില്ലാത്ത ഈ ലോകത്തിൻ്റെ പിതാവ് വരണം, ബാപ്പുജി വരണം. രാവണൻ്റെ രാജ്യം ഇപ്പോൾ കത്തേണ്ട സമയമായിരിക്കുന്നു. എല്ലാ ആത്മാക്കളും അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്. യുദ്ധം നടക്കുമ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ആരാണ്? രാവണൻ്റെ ഗ്രൂപ്പിൽ 6 മാസം ഉറക്കവും 6 മാസം എഴുന്നേറ്റിരിക്കുകയും ചെയ്യില്ലല്ലേ കുംഭകർണൻ. ബാബ പറയുകയാണ്, അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ രാക്ഷസന്മാർ നമ്മളാണ്. നമ്മളും ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. ബാബയാണ് വന്ന് നമ്മളെ ഉണർത്തിയത്. ഭക്തിയാകുന്ന രാത്രി പൂർത്തിയായി, പകൽ തുടങ്ങുകയാണ്. ബാബ സംഗമയുഗത്തിലാണ് വന്നിട്ടുള്ളത്. ബാബ കുട്ടികൾക്ക് ദിവ്യദൃഷ്ടിയും ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രവും നൽകുന്നു. ഈ നേത്രങ്ങളിലൂടെ നിങ്ങൾ മുഴുവൻ വിശ്വത്തെയും അറിഞ്ഞു കഴിഞ്ഞു. ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ അവിനാശിയായ നാടകമാണ്. ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ലോകം മുഴുവൻ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മുഴുവൻ വിശ്വത്തിൻ്റെയും ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച്, മൂലവചനം, സ്ഥൂലവചനം, സൂക്ഷ്മവചനത്തെക്കുറിച്ച് നമുക്ക് വളരെ നന്നായിട്ടറിയാം. ബാക്കിയുള്ള ലോകത്തിലുള്ളവരോ അവരെന്ത് ചെയ്യാണ്? അവരുറങ്ങിക്കിടക്കുകയാണ്. കുംഭകർണൻ്റെ അജ്ഞതയാകുന്ന നിദ്രയിൽ അവർ ഉറങ്ങിക്കിടക്കുകയാണ്. ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യണം, അല്ലേ? അതാണ് എൻ്റെ ദുഃഖം ഇല്ലാതാക്കാനായിട്ടുള്ള മാർഗം. പക്ഷെ അതാരാണ് എന്നതറിയില്ല. അതുകൊണ്ട് ഇപ്പോഴും വിളിക്കുന്നു, പതിത പാവന വരൂ, സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി തരൂ എന്ന് പറഞ്ഞ് ആരും വിളിക്കാറില്ല. കാലചക്രത്തെ അറിയുമ്പോഴാണ് ചക്രവർത്തി രാജാവായി മാറുന്നത്. ഓർമ്മയിലൂടെയാണ് പാവനമായി മാറുന്നത്. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ഇനി യുദ്ധം പെട്ടെന്നുണ്ടാവുമെന്നൊക്കെ നമുക്കറിയാം. കൗരവരും പാണ്ഡവരും തമ്മിലൊന്നും യുദ്ധം ഉണ്ടായിട്ടില്ല. ബാബറിന് ലോകത്തിൽ പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടാവാൻ പോവാണ്. പാണ്ഡവർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ കഥയിൽ ആരെ പറ്റിയാണ്? ഇതൊന്നും ആർക്കും അറിയില്ല. അവിടെ കാണിക്കുന്ന ഭൗതികതയാണല്ലേ. ഭൗതിക സൈന്യവുമായിട്ട് അക്ഷോഗണി പടയായിട്ട് പോയി നിൽക്കുന്നു. ബാബറിന് ഇങ്ങനെയുള്ളതൊന്നും ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ യുദ്ധം ചെയ്യുകയാണ് നമ്മുടെ ഉള്ളിലെ ദുർവികാരങ്ങളുമായിട്ട്. അപ്പോൾ പാണ്ഡവരുടെ കൂടെ പരമാത്മാവ് സ്വയം ഭഗവാനുള്ളതായിട്ടാണ് കഥയിൽ പറയുക. ആ പരമാത്മാവിൽ നിന്നാണ് നമുക്ക് സമ്പത്ത് കിട്ടുന്നത്. കൃഷ്ണൻ്റെ ആത്മാവ് 84 ജന്മങ്ങൾ അനുഭവിച്ച് ഈ സമയം ബാബയിൽ നിന്ന് സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ലോകത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കപ്പെടുകയാണ്. ഇപ്പോൾ വിനാശത്തിന് മുമ്പ് തീർച്ചയായും കുട്ടികൾക്ക് സദോപ്രധാനമായി മാറണം. ഗ്രഹസ്ഥത്തിൽ കഴിഞ്ഞും താമരപുഷ്പത്തിന് സമാനം പവിത്രമായി മാറണം. പാടിയിട്ടുമുണ്ട്, ഭഗവാൻ വാച എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലേ, എന്നിട്ട് വായിക്കാറുണ്ട്. ഗ്രഹസ്ഥത്തിൽ ഇരുന്നും ഈ ഒരു ജന്മം പവിത്രമായി മാറണം. കഴിഞ്ഞു പോയത് കഴിഞ്ഞു, അത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണല്ലോ, നമുക്ക് മാറ്റാൻ പറ്റില്ല. സൃഷ്ടി സമപ്രധാനമായി മാറണമെന്നുള്ളത് ഡ്രാമയിൽ നടക്കാൻ പോകുന്ന വിഷയം തന്നെയാണ്. ഈശ്വരൻ്റെ കൈകളല്ല അതിൻ്റെ പിന്നിൽ. ഈ സൃഷ്ടിയുടെ ഭാവിയും ഇങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ബാബ പറയുന്നു, രാത്രി പൂർത്തിയായി, ഇനിയിപ്പോൾ എന്ത് വരാൻ പോവാണ്? പകൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ബാബ പറയുകയാണ്, ഞാൻ വരുന്നത് ശിവരാത്രി എന്നല്ലേ പറയുക. ശിവൻ്റെ പൂജാരിമാർ അല്ല ഭക്തന്മാർ ശിവരാത്രി അവരംഗീകരിക്കുന്നു. ശരിക്കും ശിവരാത്രി മാസം 1 മാസമെങ്കിലും നമുക്ക് അവധി കൊടുക്കാം.
ബാബയുടെ പ്രാധാന്യം അറിയണം, അത്ര 1 മാസമെങ്കിലും അവധി കൊടുക്കണമെന്ന് പറയുകയാണ്. കാരണം എല്ലാവരുടെ സദ്ഗതി ചെയ്യുന്നു, ഇതൊന്നും ആർക്കും അറിയില്ല. എല്ലാവരുടെയും ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നത് ബാബയുടെ ജയന്തി എല്ലാ ധർമ്മസ്ഥാപകരും ചുരുങ്ങിയത് 1 മാസമെങ്കിലും ആഘോഷിക്കണം. ബാബ പ്രത്യേകിച്ചും വന്ന് സദ്ഗതി ചെയ്യുന്നത് ഭാരതത്തിലാണ്. ഭാരതം സ്വർഗമായിരുന്നപ്പോൾ ദേവീ ദേവതകളുടെ രാജ്യമായിരുന്നു. മറ്റൊരു മതവും അവിടെ ഉണ്ടായിരുന്നില്ല. ദേവതകൾ ലോകത്തിൻ്റെ അധികാരികളായിരുന്നു. ഒരു വിഭജനവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അഖണ്ഡവും ഉറച്ചതും സുഖശാന്തിയുടെയും ഒരു വിഭജനവും ഉണ്ടായിരുന്നില്ല. അഖണ്ഡവും സുഖവും ശാന്തിയുടേതുമായ സമ്പത്തിൻ്റെ ദേവതാ രാജ്യം നമ്മൾ വീണ്ടും നേടുകയാണ്. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് 5000 വർഷം മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ബാബ പറയുകയാണ്. സൂര്യവംശികളുടെയും ചന്ദ്രവംശികളുടെയും രാജ്യത്തിൽ ഒരു ദുഃഖവും ഉണ്ടായിരുന്നില്ല. രാമരാജ രാമപ്രജ. സത്യയുഗത്തിൽ അധർമ്മത്തിൻ്റെ കാര്യമൊന്നുമില്ല. ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്നും ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെ നാഭിയിൽ നിന്നും വിഷ്ണു ഉണ്ടാകുന്നു. ഇത് എന്തൊരു അത്ഭുതകരമായിട്ടുള്ള ചിത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ലക്ഷ്മി നാരായണന്മാരാണ് അവസാനം ബ്രഹ്മ സരസ്വതിയും ജഗദംബയും അല്ലെങ്കിൽ ജഗത് പിതാവുമായി മാറുന്നത് എന്ന് ആർക്കറിയാം? നമുക്കറിയാം. ജഗദംബയും ജഗത് പിതാവുമായി മാറുന്നു. പിന്നീട് അവർ രണ്ടുപേരും വിഷ്ണു അല്ലെങ്കിൽ ലക്ഷ്മിയായിട്ട് മാറുന്നു. ഈ കാണുന്ന ചിത്രങ്ങളൊന്നും യഥാർത്ഥമല്ല. ബാബ മനസ്സിലാക്കി തരുന്നു, ശിവൻ്റെ വലിയ ചിത്രം ഉണ്ടാക്കുന്നതും യഥാർത്ഥമല്ല. ഭക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ വലുതായിട്ടൊക്കെ ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ ബിന്ദുവിനെ എങ്ങനെയാണ് പൂജിക്കുക? സ്വർഗത്തിൻ്റെ സ്ഥാപന ബ്രഹ്മാവാണോ ചെയ്യുന്നത്? ബ്രഹ്മാവിനെ പറയുന്നത് സൃഷ്ടിയുടെ സ്ഥാപകൻ എന്നാണ്. അപ്പോൾ ബാബ പറയുകയാണ്, സ്ഥാപന പരംപിത പരമാത്മാവാണ് ചെയ്യുന്നത്. ബ്രഹ്മാവിൻ്റെ ആത്മാവും പതീതമാണ്. ബ്രഹ്മാവിൻ്റെ ആത്മാവ് തന്നെയാണ് പാവനമായി മാറി തിരിച്ചു പോകുന്നത്. പിന്നീട് സത്യുഗത്തിൽ വരും, നാരായണനായിട്ട് മാറും. പ്രജാപിത ബ്രഹ്മാവ് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ വേണ്ടത് ഇവിടെ തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ഈ ചിത്രം കാണിക്കുന്നത്. സൂക്ഷ്മവദന ബാബു പറയുന്നത് ഈ ചിത്രം എല്ലാം കാണിച്ചിരിക്കുന്നത് സൂക്ഷ്മവദനത്തിലാണ്. പക്ഷേ അല്ലെ, ബ്രഹ്മാവ് സൂക്ഷ്മവദനത്തിലുള്ളതായിട്ട് കാണിക്കാറുണ്ട്. വാസ്തവത്തിൽ ഈ ജ്ഞാനത്തിൻ്റെ അലങ്കാരം എല്ലാം നിങ്ങളുടേതാണ്. പക്ഷെ കാണിച്ചിരിക്കുന്നത് വിഷ്ണുവിനാണെന്ന് പറയുകയാണല്ലേ. വിഷ്ണുവിന് കൊടുത്തിരിക്കുന്ന ആയുധങ്ങളും പൂവും എല്ലാം സത്യുഗത്തിലെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതിൻ്റെ സിമ്പലാണ്. വാസ്തവത്തിൽ ഈ ജ്ഞാനത്തിൻ്റെ അലങ്കാരങ്ങളെല്ലാം നിങ്ങളുടേതാണ്. രാത്രിയും പകലും ഭക്തി ചെയ്താൽ സാക്ഷാത്കാരം ഉണ്ടാകാറുണ്ട്. മീര ആ കാര്യത്തിൽ വളരെ ഫേമസ് ആണല്ലോ. ഒരുപാട് സാക്ഷാത്കാരങ്ങൾ കണ്ടിരിക്കുന്നു. പുരുഷന്മാരിൽ അങ്ങനെ ഒരു ഭക്തൻ്റെ പേര് പറയുമ്പോൾ ഭക്തൻ നാരദനാണ് ഏറ്റവും അങ്ങനെയുള്ള ഭക്തൻ. സ്ത്രീകളിൽ മീരയും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ നാരായണൻ അല്ലെങ്കിൽ ലക്ഷ്മിയെ വരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജ്ഞാനം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്വയംവരമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നാരദൻ സഭയിൽ വന്ന് ലക്ഷ്മിയെ വരിക്കണമെന്ന് പറഞ്ഞതായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളാണ് ലക്ഷ്മിയെ വരിക്കാൻ യോഗ്യതയുള്ളവരായി മാറുന്നത്. ബാക്കിയെല്ലാം ഭക്തി മാർഗത്തിലെ കഥകളാണ്. ശരിയായ കാര്യം ബാബ മനസ്സിലാക്കി തരുന്നു. സത്യയുഗത്തിൽ നാരദൻ എങ്ങനെ വന്നു? രാധയും കൃഷ്ണനുമാണ് സ്വയംവരത്തിന് ശേഷം ലക്ഷ്മിയും നാരായണനുമായി മാറുന്നത്. ഭാരതവാസികൾക്ക് ഇതൊന്നും അറിയില്ല. പിന്നെ അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അതുകൊണ്ട് വിചാരസാഗര മഥനം ചെയ്യണം. ചിത്രങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. ഗാന്ധിജിയുടെ ദാമ്പിയിൽ നിന്നും നെഹ്റു വന്നു. ഗാന്ധിജിയുടെ നാഭിൽ നിന്ന് നെഹ്റു വന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലെ? ഒന്നും തമ്മിൽ കണക്റ്റാണ്. അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ്. നമ്മളല്ല, പുറത്ത്. വിഷ്ണു എന്ന ദേവത എവിടെ കിടക്കുന്നു? ഈ മനുഷ്യരെവിടെ കിടക്കുന്നു? ഈ കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവുന്നത്. നിങ്ങളിൽ സംഖ്യാക്രമം അനുസരിച്ചിട്ടാണ് സന്തോഷം ഉണ്ടാകുന്നത്. നമ്മളെ പരിധിയില്ലാത്ത ബാബ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗീതയിൽ ഭഗവാൻ വാച എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഭഗവാൻ എപ്പോഴാണ് ഇവിടെ വന്നത്?
എപ്പോഴാണ് ഗീത കേൾപ്പിച്ചത്? അതിൻ്റെ തീയതിയും മാസവും ഒന്നും ആർക്കും അറിയില്ല. കൽപ്പം എത്ര എന്തും ചോദിച്ചാൽ ബാബ പറയുന്നത് വളരെ വലിയ ആയുസ്സാണ് പറയാറ്. കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളെന്ന് പറയുന്നു. ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, ബ്രാഹ്മണരുടെ വൃക്ഷം അങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ലാസ്റ്റ് എണ്ണമറ്റതായിട്ട് മാറും. വർണ്ണങ്ങളിലൂടെ എങ്ങനെയാണ് ചക്രം കറങ്ങുന്നതെന്ന് ബാബ പറയണം, നമുക്കറിയാമല്ലേ. ചാതുർവർണ്ണം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ 4 സ്റ്റേജാണ്. അത് നമുക്കിപ്പോൾ വ്യക്തമായി. അതുകൊണ്ട് പറയും ബ്രാഹ്മണരുടെ വർണ്ണമാണ് ഏറ്റവും ഉയർന്നത്. നമ്മൾ ഭാരതത്തിൻ്റെ ഗുപ്തവും സത്യവുമായിട്ടുള്ള ആത്മീയ സാമൂഹ്യ സേവകരാണ്. നമ്മളിലൂടെയാണ് പരംപിത പരമാത്മാവ് സേവനം ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ആത്മീയ സേവകരാണ് ചെയ്യുന്നത്. മനുഷ്യർ ഭൗതിക സേവനമാണ് ചെയ്യുന്നത്. ഭാരതത്തിന് വേണ്ടി എന്ത് സേവനമാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഞങ്ങൾ സ്പിരിച്വൽ സർവീസാണ് ചെയ്യുന്നത്, ആത്മീയ സേവാധാരിയാണ്, സ്വർഗത്തിൻ്റെ ഉദ്ഘാടനവും സ്ഥാപനയും ചെയ്യിക്കുന്നു. ശിവബാബ ചെയ്യുന്നതിനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. ശിവബാബയാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ബാബ ചെയ്യുന്നതുകൊണ്ട് എന്താ ചെയ്യുക? മുരളി പറയുക. നിങ്ങളെ ഈ മുരളി കേൾപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്. മന്മനാഭവ എന്ന മഹാമന്ത്രവും തരികയാണ്. കർമ്മവും പഠിപ്പിച്ചു. പിന്നീട് മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ പറയുന്നു. അതുകൊണ്ടാണ് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന് പറയുന്നത്. നിങ്ങൾ കുട്ടികളും ഈ പാഠങ്ങൾ തന്നെയാണ് നൽകുന്നത്. ബാബയെ സമ്പത്തിനെ ഓർമ്മിക്കണം. മറ്റുള്ളവരുടെ എല്ലാം ഓർമ്മ, മറ്റുള്ളവരെല്ലാം ഓർമ്മയുടെ യാത്രയിലൂടെ പാവനമായി മാറും. ഓർമ്മയിൽ ഒരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഉയർന്ന പദവി നേടാനായിട്ട് സാധിക്കില്ല. ബാക്കിയുള്ളവരെല്ലാം പുരുഷാർത്ഥം ചെയ്തല്ലെങ്കിൽ മുന്നോട്ട് പോകും. ബാബയെ കാണാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതും. ബാബ ഞങ്ങൾ അങ്ങയുടേതായി മാറിക്കഴിഞ്ഞു എന്ന് ബാബ പറയുകയാണ്. ബാബ ബന്ധനസ്ഥരായ അമ്മമാരുടെ ഉദാഹരണം പറയാറുണ്ട്. അവർ കൂടുതൽ സമയവും ഓർമ്മയിലിരിക്കുന്നു. ബാബയെ കാണാതെ തന്നെ അവർ കത്തുകൾ എഴുതുന്നു. ഞങ്ങൾ അങ്ങയുടേതായി മാറിക്കഴിഞ്ഞു എന്ന് പറയും. തീർച്ചയായിട്ടും പവിത്രമായി ജീവിക്കും. നിങ്ങൾക്ക് ബാബയുടെ പ്രീത ബുദ്ധിയാണ്. നിങ്ങളുടെ മാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിഷ്ണുവിൻ്റെ മാലയും രുദ്രമാലയും മുകളിലായിട്ടാണ് ജോഡി കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ മാലയുടെ ഏറ്റവും മുകളിൽ 2 ജോഡികളെ കാണിച്ചിട്ടുണ്ടെന്ന് ബാബ പറയുകയാണ്. ആ 2 മുത്തിനെ നമസ്കരിക്കുന്നു. പിന്നീടാണ് മാലയിലെ ആദ്യത്തെ പൂവിനെയും 2 മുത്തിനെയുമാണ് നമസ്കരിക്കുന്നത്. പിന്നീടാണ് ബാക്കി മുത്തുകളുള്ളത്. നിങ്ങളാണ് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഈ മാല നിങ്ങളുടെ തന്നെ ഓർമ്മചിഹ്നമാണ്. ബാബയാണ് ഗീതാജ്ഞാനമെല്ലാം രചിച്ചത്. ഈ ജ്ഞാനയജ്ഞം രചിച്ചത്. ഈ യജ്ഞത്തിൽ മുഴുവൻ പഴയ ലോകവും സ്വാഹയാകും. ബാബ അതിസ്നേഹിയായ പിതാവാണ്. നിങ്ങൾക്ക് ഭാവിയിൽ 21 ജന്മത്തേക്ക് എന്ത് തരികയാണ്? സദാസുഖത്തിൻ്റെ സമ്പത്ത് തരികയാണ്. ഡ്രാമയുടെ പദ്ധതി അനുസരിച്ച് കൽപ്പം മുമ്പ് സമ്പത്തെടുത്തവർ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കും. ബാബ പറയുന്നു, മക്കളെ സുഖധാമത്തിലേക്ക് പോകാൻ പാവനമായിട്ട് മാറണം. ബാബയെ ഓർമ്മിക്കൂ, കൃപ കാണിക്കൂ, സഹായിക്കൂ എന്നെല്ലാം പറഞ്ഞ് ബാബ പറയണം, എന്നോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ബാബ പറയണം, എന്നോട് യാചിക്കരുത്. അച്ഛനോട് യാചിക്കുന്ന അച്ഛന് ഇഷ്ടമല്ല അല്ലേ? അവകാശികളായിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതിന് പകരം ബാബ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധമാകാൻ നിങ്ങൾ എന്നെയാണ് ഓർമ്മിക്കേണ്ടത്. നിങ്ങൾ പവിത്രമായ ഭോജനമാണ് കഴിക്കേണ്ടത്. നമ്മളാണ് ദേവീ ദേവതകളായി മാറുന്നത്. സത്യയുഗത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഉണ്ടായിരിക്കില്ല. അതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉപേക്ഷിക്കണം. ഈ വസ്തുക്കളൊന്നും സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുകയില്ല.
അതുകൊണ്ട് സത്യയുഗത്തിൽ രോഗങ്ങളൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ നോക്കൂ എത്ര രോഗങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സത്യയുഗത്തിൽ തമോ ഗുണിയായ ഒരു വസ്തുവും അവിടെ ഉണ്ടായിരിക്കില്ല. ഓരോ വസ്തുവും സതോ പ്രധാനമായിരിക്കും. ഇവിടെ മനുഷ്യർ നോക്കൂ എന്തെല്ലാമാണ് കഴിക്കുന്നത്. ഇപ്പോൾ ബാബ കുട്ടികളോട് പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, മറ്റെല്ലാ സംഘവും ഉപേക്ഷിച്ച് എൻ്റെ കൂടെ കൂട്ടുകൂടണം, നിങ്ങൾ പാവനമായി തീർച്ചയായിട്ടും മാറും. ശരി. मीठे मीठे सीखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बाप दादा को गुड मॉर्निंग और नमस्ते. ധാരണ പോയിന്റ്. കഴിഞ്ഞത് തീർന്നു, അതിനെ മറക്കുക. പിന്നെ ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സതോപ്രധാനം മാറാനായിട്ടുള്ള പുരുഷാർത്ഥം ചെയ്യാം. വിനാശത്തിന് മുമ്പ് തീർച്ചയായിട്ടും പാവനമായി മാറണം. ഭാരതത്തെ സ്വർഗമാക്കി, രണ്ടാമത്തെ പോരാണ്, ഭാരതത്തെ സ്വർഗമാക്കി മാറ്റാനുള്ള സത്യസത്യമായ സേവനത്തിൽ മുഴുകിയിരിക്കണം. കഴിക്കുന്നതിനും കുടിക്കുന്നതിനും വളരെ വിശ്രമിക്കുന്നതിനുമുള്ള സ്വഭാവം മാറ്റിയെടുക്കണം. വരദാനം: സ്ഥൂല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും തൻ്റെ വൃത്തിയിലൂടെ വിശ്വപരിവർത്തന സേവനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ആത്മാക്കളായി ഭവിക്കട്ടെ. സ്ഥൂല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും തൻ്റെ മനോവൃത്തിയിലൂടെ വിശ്വപരിവർത്തന സേവനത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള സ്പെഷ്യൽ ആത്മാവായി മാറണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം, ഞാൻ ഈ വിശ്വനാടകവേദിയിലാണ്. വിശ്വമംഗളത്തിൻ്റെ സേവനങ്ങൾ ചെയ്യാൻ നിമിത്തമാണ്. എനിക്ക് എൻ്റെ ശ്രേഷ്ഠതയെ മനോവൃത്തിയിലൂടെ വിശ്വപരിവർത്തനം ചെയ്യാനുള്ള വളരെ വലിയ സമയമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തി. ഈ സ്മൃതിയിലൂടെ അശ്രദ്ധ സമാപ്തമാകുമെന്ന് പറയുകയാണ്. വിശ്വനാടകവേദി എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലൊക്കെ പണ്ട് ഏറ്റവും ടോപ്പ് സ്കോർ വരുന്നവർക്ക് പ്രത്യേക റാങ്കുകളുണ്ടല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മുടെ പറയുകയാണ്, വിശ്വമംഗളത്തിൻ്റെ സേവനം ചെയ്യാൻ നമ്മൾ നിമിത്തമാണ്. നമ്മുടെ ശ്രേഷ്ഠമായ മനോവൃത്തിയിലൂടെ വിശ്വപരിവർത്തനം ചെയ്യാൻ നമുക്ക് കഴിയണം. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമുക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഈ സ്മൃതിയിലൂടെ അശ്രദ്ധ സമാപ്തമായിക്കോളും. മാത്രമല്ല, സമയം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. ഓരോരോ സെക്കൻഡിനെയും അമൂല്യമെന്ന് മനസ്സിലാക്കി വിശ്വമംഗളം അല്ലെങ്കിൽ ജഡത്തെ ചൈതന്യമാക്കി പരിവർത്തനം ചെയ്യുന്ന കർത്തവ്യം സഫലമായിക്കൊണ്ടേയിരിക്കും. ഓം ശാന്തി. ബാബയെ ഓർമ്മിക്കാം.
हुई कि